ഹായ് ഹലോ ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനിത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണേ. ആദ്യം തന്നെ നമുക്ക് ബേസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml ആണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനി ഈ മുട്ടയെല്ലാം ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരിച്ചു വെച്ചിരിക്കുന്ന ബേസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കാറുള്ളത്. കേക്ക് ഒന്ന് ബേക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് 250 ml 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ക്രീമെല്ലാം നല്ലതായിട്ട് ബീറ്റ് ചെയ്തിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ക്രീം എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലും പൊക്കത്തിലും എല്ലാം നമുക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെയർ ചെയ്ത് വെക്കാം. കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 3/4 കപ്പ് പാലിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മിക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ലെയറായിട്ട് കേക്കിൻ്റെ ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിൽക്കിൻ്റെ മിക്സ് വെച്ച് ഒന്ന് സോക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് ഒരു കേക്കിംഗ് ബോർഡ് എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ആദ്യം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്ക് വെക്കുവാണെങ്കിൽ കേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നി മാറത്തില്ല. സോക്ക് ചെയ്തതിൻ്റെ ബാക്കി പാലിൻ്റെ മിക്സ് കൂടെ ഒന്നുകൂടെ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് ക്രീമെല്ലാം തേച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ കുറച്ച് നട്ട്സ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. 2 മണിക്കൂർ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാം. എൻ്റെ കയ്യിൽ റെഡ് കളർ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വിപ്പിംഗ് ക്രീമിലോട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്തിട്ട് ചെറിയൊരു പൂ വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പേരെഴുതാം.
അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു 4-5 കപ്പ് കേക്ക് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതും ബാക്കി വന്ന ക്രീം ഒഴിച്ച് ഇങ്ങനെയെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബർത്ത്ഡേ കേക്ക് റെസിപ്പിയാണ് ഇത്. അപ്പം വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.